ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, അധർമ്മിയെയും അവന്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 14 അധ്യായം 9 തിരുവചനം. ഇറ്റലിയിലെ കുറിനൗഡയിലാണ് ആ ബാലിക പിറന്നത്. പിതാവിൻ്റെ കഠിനാധ്വാനവും ദരിദ്ര മൂലമുള്ള മാനസിക വിഷമങ്ങളും ശാരീരിക രോഗങ്ങളും എല്ലാം അദ്ദേഹത്തെ മരണത്തിലേക്കാണ് നയിച്ചത്. തൻ്റെ 7 മക്കളെ അമ്മ അസൂന്ത ഭക്തിയിലും അധ്വാനശീലത്തിലും വളർത്തി. മരിയ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി നുറുക്കിയാലും ഞാൻ പാപം ചെയ്യുകയില്ല. ആദ്യ കുർബാന സ്വീകരണം വന്നു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തത് നെത്തൂണ ഇടവകക്കാരാണ്. മരിയ വിശുദ്ധിയിൽ വളർന്നു. ഒരു ദിവസം വാടക വീട്ടിൽ തുന്നൽ പണി ചെയ്യുമ്പോഴാണ് വീടിൻ്റെ ഉടമ അലക്സാണ്ടർ അവളെ കടന്നു പിടിച്ചു. അവൾ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, അലക്സാണ്ടർ, പാപം ചെയ്യരുത്. എന്നാൽ കഠാര കൊണ്ട് 14 കുത്തുകൾ ആ ശരീരത്തിൽ പതിച്ചു. അവൾ മരണത്തോട് മല്ലടിച്ച് 24 മണിക്കൂർ സുബോധത്തോടെ ആശുപത്രിയിൽ കഴിഞ്ഞു. അതിനിടയിൽ അലക്സാണ്ടറോട് ക്ഷമിച്ചു. അലക്സാണ്ടറുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതം എപ്പോഴും വിശുദ്ധിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ സന്ദേശം പാപം വിട്ടകലാൻ അനേകർക്ക് പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.